ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും പങ്ക് വ്യക്തമായി. ഇരുവർക്കും പങ്കുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുമുണ്ട്. ഗോവർദ്ധനിൽ നിന്ന് 470 ഗ്രാം സ്വർണം കണ്ടെത്തി. റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും, അതായത് സ്മാർട്ട് ക്രിയേഷന്റെ സിഇഒയുടെയും ജ്വല്ലറി ഉടമ, കർണാടകത്തിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന്റെയും പങ്ക് വ്യക്തമാകുന്നു. ഇക്കാര്യത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് SIT ഇപ്പോൾ ഔദ്യോഗികമായി അവരുടെ റിപ്പോർട്ടിലൂടെ, റിമാൻഡ് റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത്? രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നടന്ന 2 അറസ്റ്റ്, അത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെയും ബെല്ലാരിയിലെ റൊഡാം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധന്റെയും അറസ്റ്റാണ്. ഈ 2 പേരെയും തിരുവനന്തപുരത്തെ SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ 2 പേരുടെയും അറസ്റ്റ് നിർണായകമാണെന്നാണ് SIT ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് മാതൃഭൂമി ന്യൂസിൽ നിന്ന് പുറത്തുവിട്ടത്. അതിൽ പറയുന്നത് ഈ 2 പേർക്കും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം ഇവർക്ക് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവും കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ 2 പേരും ചേർന്ന് ഈ കുറ്റങ്ങൾ, ഇവർക്ക് മേലുള്ള ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറയ്ക്കാനുള്ള ശ്രമങ്ങളും ഇരുവരും നടത്തി എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ SIT നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട ഇതെന്ന് കരുതുന്ന സ്വർണത്തിന്റെ ഒരു പങ്ക് 2 പേരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ 470 ഗ്രാമാണ് റൊഡാം ജ്വല്ലറിയിൽ നിന്ന്, ബെല്ലാരിയിലെ റൊഡാം ജ്വല്ലറിയിൽ നിന്ന് SIT വീണ്ടെടുത്തതെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തുല്യമായ പങ്കാളിത്തം ഈ റൊഡാം ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരിക്കും ഉണ്ട് എന്നാണ് SIT ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവരുടെ പങ്ക് വ്യക്തമാവുകയല്ലേ. 470 ഗ്രാം സ്വർണം ഗോവർദ്ധനിൽ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ മോഷണം പോയി എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. പകൽ വെളിച്ച പോലെ ആ കവർച്ച കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഈ കണ്ടെത്തിയ സ്വർണം എന്താണ്? ശബരിമലയിൽ നിന്ന് പോയ അമൂല്യമായ സ്വർണത്തിന്റെ ഭാഗമാണോ, അത് ഈ സ്വർണം പൂശാൻ എന്ന പേരിൽ കൊണ്ടുവന്ന സ്വർണമാണോ? അക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ അനന്തൻ? അതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് രതീഷ്. ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഉരുക്കി അതിൽ നിന്ന് സ്വർണം വേർപെടുത്തി എടുക്കുകയും ആ സ്വർണം ഗോവർദ്ധന് കൊടുത്തുവിട്ടു എന്നൊരു മൊഴിയായിരുന്നു ആദ്യഘട്ടത്തിൽ പങ്കജ് ഭണ്ഡാരി നൽകിയിരുന്നത്. അത് ബേസ് ചെയ്തുകൊണ്ടായിരുന്നു അന്വേഷണം. അതിനുശേഷം ഗോവർദ്ധന്റെ ഈ ജ്വല്ലറിയിൽ നിന്ന് 470 ഗ്രാം സ്വർണം SIT വീണ്ടെടുക്കുകയും ചെയ്തു. അന്ന് ഈ ഗോവർദ്ധൻ പറഞ്ഞിരുന്നത് തനിക്ക് ഈ പങ്കജ് ഭണ്ഡാരി തന്നതാണ് ഈ സ്വർണം, അതാണ് കണ്ടെടുത്തത് എന്നുള്ളതാണ്. പക്ഷേ അതിന് ശാസ്ത്രീയമായി ചില പരീക്ഷണങ്ങൾ കൂടി SIT നടത്തിയിരുന്നു. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഉരുക്കിയെടുത്ത സ്വർണമാണോ, അതോ ശബരിമലയിലേക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വിവിധ സ്പോൺസർമാരിൽ നിന്ന് സ്വരൂപിച്ച സ്വർണമാണോ ഇവർ തട്ടിയെടുത്തത്, അതാണോ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക പാളികൾ അടക്കം അത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾ കടത്തിക്കൊണ്ടുപോയി എന്നൊക്കെയുള്ള അനുമാനം ഇവിടെ അവസാനിക്കുകയാണോ? ഈ സ്വർണം ഉരുക്കി ഈ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും പോറ്റിയും ഒക്കെ ചേർന്ന് വീതിച്ചെടുത്തോ? അപ്പോൾ അതിന് ഇത്ര വലിയ വില കിട്ടുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇവിടെ അവശേഷിക്കുകയാണ്. ഏതായാലും നിലവിൽ SIT പറയുന്നത് പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. അവരിൽ നിന്ന് ചില സ്വർണ്ണ ഉരുപ്പടികൾ വീണ്ടെടുത്തിട്ടുണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. SITയുടെ നിലപാടിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിനൊക്കെ മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുന്ന ഘട്ടത്തിൽ 5-ാം തീയതി, ആ തീയതിയിൽ അന്വേഷണമാകെ മരവിച്ചു പോയല്ലോ എന്ന ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം, പ്രതികരണം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SITയുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള ചില നടപടികൾ വീണ്ടും അന്വേഷണത്തിൽ ജീവൻ വച്ചിരിക്കുന്നത്. പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും പങ്ക് വ്യക്തമാണ് എന്ന നിലപാടിലേക്ക് SIT എത്തുന്നു. 470 ഗ്രാം സ്വർണം ഈ ജ്വല്ലറി ഉടമയായ, കർണാടകത്തിലെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനിൽ നിന്ന് കണ്ടെത്തി എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അതിന്റെ വിശദാംശങ്ങളാണ് ആർ അനന്തകൃഷ്ണൻ നൽകിയത്.